ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അടുക്കിലേക്ക് ഒരിക്കലൊരു അമ്മ കടന്നു വരികയാണ്. ഈ അമ്മയ്ക്ക് 2 മക്കളുണ്ട്. ഒന്നും കഴിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഭിക്ഷയാചിക്കാനായിട്ട് ഫ്രാൻസിസ് അസീസിയുടെ അടുക്കിലേക്ക് ഈ അമ്മ വരുന്നത്. അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കയ്യിലും ഒന്നുമില്ലായിരുന്നു. അവരുടെ ഭവനത്തിൽ അവർക്ക് നൽകാനായിട്ട്, കഴിക്കാൻ നൽകാനായിട്ട് യാതൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഫ്രാൻസിസ് അസീസി അവിടെ ഇരുന്ന പുതിയ നിയമത്തിൻ്റെ ഒരു ഗ്രന്ഥം ആ സ്ത്രീയുടെ കയ്യിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുസ്തകം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് വളരെ ഒരു മുതലാണ്. ഒത്തിരിയധികം പണം നൽകിയെങ്കിൽ മാത്രമേ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബൈബിള്, ഒരു പുതിയ നിയമഗ്രന്ഥം നൽകുക എന്ന് പറയുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ലഭിക്കുക എന്ന് പറയുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അത് വിറ്റ് കഴിഞ്ഞാൽ ഒത്തിരിയേറെ പൈസ ലഭിക്കും. വചനമായിരുന്നിട്ട് കൂടി അതിന് അന്നമായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി ഫ്രാൻസിസ് അസീസി അത് വേണ്ട എന്ന് വെക്കുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ ഒരു ധനവാനായ യുവാവിൻ്റെ കഥ വായിച്ച് കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കലേക്ക് ഈ യുവാവ് കടന്നു വരികയാണ്. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അവന് നിത്യജീവൻ ലഭിക്കണം, അവന് സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരണം. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത്. അവൻ യേശുവിനെ വിളിക്കുന്നതും നല്ലവനായ ഗുരു എന്നാണ്. ഇവൻ്റെ ആഗ്രഹം കേട്ടിട്ട് ഈശോ ഇവനോട് ഒത്തിരിയേറെ സ്നേഹം തോന്നിക്കൊണ്ടാണ് അവനോട് പറയുന്നത്, നിങ്ങൾ കൽപ്പനകൾ പാലിക്കുക. യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഈ യുവാവ് അവൻ്റെ കുഞ്ഞുകാലം മുതൽ കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ടതാണ് മുന്നോട്ട് പോകുന്നത്. അതവൻ ഈശോയുടെ മുമ്പിലേക്ക് പറയുകയാണ്. അപ്പോൾ ഈശോയുടെ അടുക്കൽ നിന്ന് ഉത്തരം പെട്ടെന്ന് ലഭിക്കുകയാണ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. വചനം മുന്നോട്ട് പോകുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്. ആ മനുഷ്യൻ വിഷാദത്തോടെ അവിടെ കടന്നുപോയി, സങ്കടത്തോടു കൂടെ തിരികെ പോയി. അപ്പോൾ ഈ വിട്ട് നൽകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കൈപ്പിടിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗരാജ്യമാണ് എന്നുള്ളൊരു ബോധ്യം ഇന്നത്തെ ഈ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുകയാണ്. നമുക്ക് ദൈവം നൽകുന്ന ഓരോ ദാനവും അത് നമ്മൾ ഒരു കാര്യസ്ഥനെന്ന നിലയിൽ അതിന് മറ്റുള്ളവർക്ക് നൽകുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത് എന്തു തന്നെ ആയിരുന്നാലും അതൊരിക്കലും നമ്മിലേക്ക് തന്നെ ആ ഒരു ധനത്തിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല സൗകര്യങ്ങളിലേക്ക് ആണെങ്കിലുമൊക്കെ നമ്മുടെ ശ്രദ്ധ പോവുകയും അതിൽ കൂടുതൽ ആകൃഷ്ടരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ചിലപ്പോൾ ഈ ധനവാന യുവാവിനെ പോലെ നഷ്ടധൈര്യനായിട്ട് ദുഃഖത്തോടു കൂടെ നമുക്ക് മടങ്ങേണ്ടിയായിട്ട് വരും. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തും വിട്ടു നൽകാനായിട്ട് സാധിക്കണം. ഈ സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തും വിട്ടു നൽകാനായിട്ട് ഉള്ളൊരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു കുരങ്ങൻ്റെ കഥ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. ഇപ്രകാരമാണ്. ഒരു മനുഷ്യൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തിരിയേറെ കുരങ്ങന്മാരെ കാണുകയാണ്. ഈ കുരങ്ങന്മാരെ പിടിക്കാനായിട്ട് ഇദ്ദേഹം ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ഒരു പാത്രത്തിൻ്റെ ഒരു ചെറിയ കുപ്പി എടുത്തിട്ട് അതിലേക്കൊരു ഫലം ഇട്ടിട്ട് അതിനെ ഒരു കയറോടുകൂടെ കെട്ടി വളരെ ദൂരത്ത് മാറി നിൽക്കുകയാണ്. ഒരു കുരങ്ങൻ ഈ കുപ്പി കണ്ട് അതിൻ്റെ ഉള്ളിലെ പഴം കണ്ടിട്ട് ആകൃഷ്ടനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുപ്പിയുടെ ഉള്ളിലേക്ക് കൈയിടുകയാണ്. കുപ്പിയുടെ ഉള്ളിലേക്ക് കൈയിട്ട് ഈ ഫലം വലിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുരങ്ങൻ്റെ കൈ അതിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. കാരണം ഈ കുരങ്ങന് ആ ഫലത്തോട് ഒപ്പം ഈ കൈ വെളിയിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കുരങ്ങൻ്റെ മുമ്പിൽ ഒരൊറ്റ സാധ്യതയേ ഉള്ളൂ, ആ ഫലത്തെ വിട്ടുകളയുക, കൈ വെളിയിലേക്ക് എടുക്കുക. എന്നാൽ കുരങ്ങൻ അതിന് തയ്യാറാകുന്നില്ല. ഈ കുപ്പിയുടെ അറ്റത്തെ കയറ് വലിച്ചുകൊണ്ട് ഈ വ്യക്തി ആ കുരങ്ങനെ പിടികൂടുകയാണ്. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളും ഈ കുരങ്ങനെ പോലെ ആയി മാറാറുണ്ട്. പല കാര്യങ്ങളിലും ആകൃഷ്ടരായി അതിലേക്ക് നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റു പലരുടെയും ട്രാപ്പിലേക്ക് അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതിൻ്റെ ഒടുവിൽ നമുക്ക് നഷ്ടമാകുന്നത് ചിലപ്പോൾ നമ്മുടെ ആത്മാവ് തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് ഈ സുവിശേഷം നൽകുന്ന ഈ വലിയ പാഠം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കാം. ഈ ധനവാൻ മടങ്ങിയതുപോലെ
ദുഃഖത്തോടു കൂടെ മടങ്ങാനല്ല, അത് നേരെ മറിച്ച് ഈശോയോടൊപ്പം സ്വർഗരാജ്യം സമ്പാദിക്കാൻ, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ത്യജിക്കാൻ നമുക്കുണ്ടോ അതൊക്കെ ത്യജിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയും ഈശോയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന ആ നിത്യസമ്മാനത്തിന് അർഹരായി തീരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.